മലയാളം കണ്ട നോവലിസ്റ്റുകളിൽ മുൻനിരക്കാരനായ സേതുവിനെ കുറിച്ചാണ് ഞാനിന്ന് സുഭാഷിതത്തിൽ പറയുന്നത്. പാണ്ഡവപുരം, അടയാളങ്ങൾ, മറുപിറവി, വനവാസം പോലുള്ള മികച്ച നോവലുകൾ നമുക്ക് സമ്മാനിച്ച സേതു എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സേതുമാധവനെ കുറിച്ചാണ് ഇന്നത്തെ സുഭാഷിതം സംസാരിക്കുക. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുൻ ചെയർമാനായിരുന്നു. അതുപോലെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ഇത്രയും സർഗധനായ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഒരു കണക്ക് പുസ്തകത്തിൻ്റെ തലയ്ക്കൽ കയറിയിരിക്കുന്നതെന്ന് എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ആലോചിച്ചിട്ടുണ്ടാകും. പക്ഷേ സേതുവിൻ്റെ വഴി മറ്റൊന്നായിരുന്നു. സമീപകാലത്ത് സേതു ഒരു അഭിമുഖത്തിൽ ഒരു ചോദ്യം നേരിട്ടു. കൗതുകരമായിരുന്നു ആ ചോദ്യം. 80 വയസ്സ് കഴിഞ്ഞല്ലോ അങ്ങേക്ക്, പല മേഖലകളിലും ഇതിനകം പ്രവർത്തിച്ചു, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഇതായിരുന്നു ചോദ്യകർത്താവിൻ്റെ ചോദ്യം. സേതുവിൻ്റെ മറുപടി വളരെ രസകരമായി. കാര്യമായ കണക്കൂട്ടലുകൾ ഇല്ലാതെയാണ് ഞാൻ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോയത്. ജീവിതത്തിൽ നേട്ടങ്ങളെക്കാളും കോട്ടങ്ങളെക്കാളും പ്രധാനം മനസ്സമാധാനമാണ്. അതുപോലെ സാമാന്യം നല്ല ആരോഗ്യത്തോടെ രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുക ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യമാണെന്ന് കൂടി ചെയ്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ ഉറക്കവും മനസ്സമാധാനവും അത് മുമ്പും ഇപ്പോഴും എനിക്ക് നന്നായിട്ട് സാധിക്കുന്നു. പിന്നെ ഇടയ്ക്കുള്ള തിരിച്ചടികൾ ചിലതൊക്കെ നല്ലതാണ്. മനസ്സിനെ അത് വല്ലാതെ പരുവപ്പെടുത്തും. അഹംഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും സേതു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ചില വലിയ കസേരകൾ നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന വലിപ്പം സത്യമായും എൻ്റേതല്ല, ആ കസേരയുടെ വലിപ്പമാണത്. ജീവിതത്തിൽ ഏറ്റവും തൃപ്തി മനസ്സമാധാനം തന്നെയാണെന്ന് സേതു പറഞ്ഞു വയ്ക്കുന്നു. അതിനടിവരയിടുന്നു അദ്ദേഹം. ജീവിതം ഒരു മത്സരമാക്കുന്നവർക്ക് ഒരു കാലത്തും മനസ്സമാധാനം ലഭിക്കില്ല. മത്സരം നമ്മുടെ ഉറക്കം കെടുത്തും, വായ ഔട്ടി കീറും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പക്ഷെ ഉറക്കം മാത്രം വരില്ല. നിദ്രാദേവി നമ്മളെ വിട്ടുപോകും. ജോലിക്ക് ശേഷം രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നതിനപ്പുറം ജീവിതത്തിൽ മറ്റൊരു ആനന്ദം ജീവിതത്തിൽ ഉണ്ടാകാനില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ തൃപ്തിയും സമാധാനവും തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം. നമുക്ക് ഉറക്കപ്പായിൽ ചെന്ന് പെട്ടാൽ നന്നായി കിടന്ന് ഉറങ്ങാൻ പറ്റണം. മനസ്സിൽ എപ്പോഴും ഒരു മൂന്നാം അംഗം നടക്കുന്നുവെങ്കിൽ നമുക്ക് ഉറക്കമില്ല. ജീവിതത്തെ മത്സരമാക്കിയാൽ ഈ മനസ്സമാധാനം അപ്പാടെ നഷ്ടമാകും. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊന്നും ഈ തലയിലേക്ക് എടുക്കരുത്. എന്നോടൊരു മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞതാ, മനസ്സിനൊരു സ്വാസ്ഥ്യം കിട്ടുന്നില്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കാരോ ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ടെൻഷൻ തിരിച്ച് അയാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഞാൻ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. ഈ നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ തലച്ചോറിലേക്ക് എടുക്കാതെ അതങ്ങ് തിരിച്ചു കൊടുത്തിട്ട് അയാളുടെ ഉറക്കം പോകും, നമ്മുടെ ഉറക്കം സുഖമായിട്ട് കഴിയും, നല്ല പോലെ നമ്മൾ കിടന്നുറങ്ങും. എൻ്റെ ഉറക്കം കെടുത്തിയ പല ആളുകളുടെയും അവസ്ഥയും ഇപ്പോഴും ഇത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.